വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും മറ്റു വിശ്വാസികളുടെ മാതൃകയായിരിക്കുക. നമ്മുടെ ദൈവം നമ്മളോട് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരോട് മാതൃകയായിരിക്കുവാനാണ് നമ്മുടെ ദൈവം പറയുന്നത്. അതുകൊണ്ട് നാം മാതൃകയാക്കേണ്ടത് ദൈവത്തിന്റെ പുത്രനായ നമുക്ക് സ്നേഹം തന്ന് നമ്മളെ വാങ്ങിയ യേശുക്രിസ്തുവിന്റെ മൂല്യങ്ങളിൽ ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെ മാതൃകയാക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ആരെ മാതൃകയാക്കുന്നു അവരുടെ സ്വഭാവം നമ്മളിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഇതെല്ലാം മാതൃകയാക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. യുവജനം ക്രിസ്തുവിനൊപ്പം പ്രവൃത്തി പകർത്തി. നാം നമ്മുടെ ലോകത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പല പ്രവൃത്തികളാൽ നമ്മുടെ ലോകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിൽ മുന്നേറ്റം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ സഭയാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ സഭയുടെ പുരോഗമനത്തിന് വേണ്ടി ദൈവമഹത്വത്തിനായി എത്രത്തോളം നമ്മൾ നമ്മുടെ സഭയെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം തന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ കൂടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. നാം എല്ലാവരും പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് യുവജനങ്ങൾ. കാരണം youth is the time that the body and the mind is full of spirit and energy. It is important that we channel this energy to the right direction so that we can be witnesses and manifestation of our Lord. In Proverbs chapter 3 verses 5 says, "Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him and he will lead you to the straight path." ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, നമ്മൾ നമ്മെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ 3 ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 6:1-7 വരെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ജ്ഞാനം സാക്ഷികളായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ സാക്ഷികളായ 7 വ്യക്തികളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ദൈവവേലയ്ക്കായിട്ട്. ആ 7 വ്യക്തികൾ കാരണമായിട്ട് എന്ത് സംഭവിക്കുന്നു? അപ്പോസ്തലപ്രവൃത്തികൾ 6:7 കാണുന്നു, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, വിശ്വാസ സമൂഹത്തിൽ പ്രീസ്റ്റിന്റെ എണ്ണം അവിടെ ഫെയ്ത്തിൽ ഒബീഡിയന്റ് ആയിട്ട് മാറുന്നു. We should be obedient to the faith. ഈ 3 ഗുണങ്ങൾ നമുക്കുള്ളപ്പോൾ, ദൈവാത്മാവ് നാം പ്രാപിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ, സാക്ഷികളായി നാം ജീവിക്കുമ്പോൾ, we will be obedient to the faith. In 1 Samuel 5 verses 22 says, "Obedience is better than sacrifice." അനുസരണം ബലിയേക്കാൾ നല്ലതാകുന്നു എന്ന് പറയുന്നു. എന്നാൽ നാം നമ്മുടെ ലോകത്തിൽ നോക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ ഒരുപാട് വസ്തുക്കളെ അനുസരിക്കുന്നതായി നാം കാണുന്നു. നാം എന്തിനെ അനുസരിക്കുന്നുവോ അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. നമുക്കിന്ന് കാണുവാൻ സാധിക്കും ഒരുപാട് പേർ മൊബൈൽ ഫോണിനെ അനുസരിക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്ക് നാം എടുക്കുമ്പോൾ ഇന്ത്യയിൽ 10 വയസ്സിന് മുകളിലുള്ള 16 കോടിയിലധികം ജനങ്ങൾ മദ്യത്തിന് അനുസരിക്കുന്നു.
സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ കൊണ്ടാടുന്നത്. സ്വാമി വിവേകാനന്ദൻ ഒരു വ്യക്തി ചോദിച്ചു, പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്ത് നേടി എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ ദേഷ്യം, ഐ ലോസ്റ്റ് മൈ ആംഗർ, ഐ ലോസ്റ്റ് മൈ ഡിപ്രഷൻ, ഐ ലോസ്റ്റ് മൈ ഇറിറ്റേഷൻ, ഐ ലോസ്റ്റ് മൈ ഇൻസെക്യൂരിറ്റി, ഐ ലോസ്റ്റ് മൈ ജെലസി. പ്രാർത്ഥന കാരണം ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തുവാൻ സാധിച്ചു. അങ്ങനെ നമ്മെ തന്നെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ശുദ്ധീകരിക്കുവാൻ സാധിക്കും. If we take one step towards God, God will take 1,000 steps towards us. James chapter 4 verses 7 says, resist the devil and it will flee from you. Come near to God, God will come near to you. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവത്തിനായി പുതിയൊരു പാട്ട് നമുക്ക് പാടുവാൻ സാധിക്കും. സങ്കീർത്തനം 98:1 പറയുന്നു, യഹോവയ്ക്കായി പുതിയൊരു പാട്ട് പാടുന്നു. ശരിക്കും ഏറ്റവും മനോഹരമായ ആരാധനയാണ് പാട്ട് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് നമ്മൾ പാട്ട് പാടുവാൻ മറന്നു പോകുന്നു. എപ്പോഴാണ് നമ്മൾ മറക്കുന്നത്? ദൈവത്തിൽ നിന്ന് നാം അകലുമ്പോൾ നാം പാട്ട് പാടുവാൻ മറന്നു പോകുന്നു. പക്ഷെ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിഷമിക്കേണ്ട, ഇന്ന് നീ യഹോവയ്ക്കായി പുതിയൊരു പാട്ട് പാടുകയും sing a new song to the Lord today. അവിടെ 3 കാര്യങ്ങൾ പാടുവാനായി പറയുന്നു. Sing for God's salvation. ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാടും. Romans chapter 10 verses 9 says, for if you confess with your mouth that Jesus is Lord and believe that God saved him from death, you will be saved. നമ്മുടെ ദൈവത്തെ നാം കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ ഉറപ്പായും നമ്മൾ രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത്രയും കഴിവും ഇത്രയും കഴിവും നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നാം മടിക്കരുത്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യനായ തോമസ് പറഞ്ഞ പോലെ, എന്റെ കർത്താവും എന്റെ ദൈവമായിട്ടുള്ളവനെ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് നാം പറയുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതായി തീരുന്നു. അങ്ങനെ നാം നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളിലൂടെ ക്രിസ്തുവിനെ സമൂഹം കാണുന്നു. രണ്ടാമതായി നാം പാടുന്നത് sing for God's faith and mercifulness. God who is faithful to us. നമ്മുടെ ദൈവം നമ്മോട് വിശ്വസ്തനാണ്. എന്നാൽ നാം നമ്മുടെ ദൈവത്തിനോട് ഫെയ്ത്ത്ഫുൾ ആണ്. അത് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. We should be faithful to the God who created us, who is merciful to us and who is the living God. ജീവനുള്ള ദൈവമാണ് നമ്മുടെ. നമ്മൾ ഇത്രയും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിനോട് ഫെയ്ത്ത്ഫുൾ ആവുക എന്ന് നാം ചെയ്യേണ്ട കാര്യം അനിവാര്യമാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനായി സാധിക്കുന്നു. മൂന്നാമതായി അവർ പറയും, ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പാടും. Sing for the second coming of the Lord. രണ്ടാമത്തെ വരവിനെ കുറിച്ച് നാം പാടണമെങ്കിൽ ആ രണ്ടാമത്തെ വരവ് നാം വിശ്വസിക്കണം. നാം എപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നു, അപ്പോൾ നാം ദൈവത്തിന്റെ പുത്രനിൽ നാം വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനിൽ നാം ഉറച്ചു വിശ്വസിക്കുമെങ്കിൽ നാം വിശ്വസിക്കുന്ന ഒരു ദിവസം യേശു ഇറങ്ങി വരും, നമ്മളെ വിധിപ്പാൻ വരുമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ നോക്കി വിധിക്കുന്ന യേശുവാണ് നമ്മുടെ യേശു. Man will look at the outward appearance, but God will look at the heart. നമ്മുടെ ഹൃദയം ശോധന ചെയ്തിരിക്കാൻ യേശു വരുമെന്ന് നാം ഉറച്ചു തന്നെ വിശ്വസിക്കും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശോധന ചെയ്ത് ദൈവത്തിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിനെ വിശ്വസിച്ചൊരു വ്യക്തിയാണ് ആൻഡ്രൂസ്. ഇന്ന് നാം സുവിശേഷ വാക്യമായി വായിച്ചു കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം മുതൽ അവിടെ പറയുന്നു, യോഹന്നാന്റെ 2 ശിഷ്യന്മാരിൽ 2 പേര്, അതിൽ ഒരുവൻ അന്ത്രേയാസ്. അവൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനോട് ചോദിച്ചു, റബി, നീ എവിടെയാണ് പാർക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, വന്നു കാണുന്നേ. യേശുവിന്റെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മൾ. പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, വന്ന് കാണുവാനാണ് പറയുന്നത്. വന്ന് കണ്ട് അവർ വിശ്വസിച്ചു, അവർ യേശുവിന്റെ കൂടെ പാർത്തു. അവർ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. യേശു 1000 സ്റ്റെപ്പ് അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അന്ത്രേയാസിന്റെ സഹോദരനായ പത്രോസിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മിശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു.
I shall never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നോക്കിക്കേ, ഇത്രയും മനോഹരമായ വാഗ്ദത്തം തന്ന ദൈവത്തിന് വേണ്ടിയല്ലാതെ പിന്നെ